അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ഡിഷാണ്, മലായ് ചിക്കൻ ടിക്ക കബാബ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതൊന്ന് വരഞ്ഞ് വെച്ചു. അതിലേക്ക് കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുത്തു. ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തൈരാണ്. തൈരിന് മുമ്പ് ഞാൻ വേറൊരു സാധനം ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഏലക്ക, കാർഡമം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്, പൊടിച്ചെടുത്ത കാർഡമം. അതിൻ്റെ തൊലി ഇല്ലാതെ അടിക്കുകയാണെങ്കിൽ നല്ലത് കേട്ടോ. അതിനുശേഷം തൈര് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം ഈ തൈരും ഫ്രഷ് ക്രീമും ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഇത് ഭയങ്കര ജ്യൂസിയും ഭയങ്കര ക്രീമിയും ഒക്കെ ആക്കി എടുക്കുന്നത് ഈ സംഭവമാണ്. കൂടാതെ ഇതൊരു 3-4 hours എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്, അത്രയും സോഫ്റ്റായി കിട്ടും കേട്ടോ. പിന്നെ ഞാനിത് OTGയിലാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. OTG ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ പാൻ ഗ്രില്ല് ചെയ്തെടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മുടെ സാധാരണ പാനിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഗ്രില്ല് ചെയ്താൽ മതി. പിന്നെ OTGയുടെ അടിയിൽ ആ ട്രേയിൽ കണ്ടോ ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ചാടുന്നത് OTG അവസാനം ക്ലീൻ ആക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. ഒരു ടിപ്പാണ്. അപ്പോൾ ഞാൻ ചിക്കൻ പീസസൊക്കെ നിരത്തി വെക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും കേട്ടോ. ഭയങ്കര ക്രീമിയാണ്, ജ്യൂസിയാണ്, അങ്ങനെ വലിയ എരിവൊന്നുമില്ല, നല്ല ഇതായിട്ട്. അതിപ്പം ഞാനൊരു കൃത്യം അതിനൊരു 1/2 hour കഴിഞ്ഞപ്പം അതൊന്ന് തുറന്ന് മറിച്ചിട്ട് പിന്നെ അതിൽ ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൃത്യം 3/4 മണിക്കൂർ ആയപ്പോഴത്തേക്കും നമ്മുടെ ഡിഷ് റെഡി. അപ്പം ഇതുപോലെ എപ്പോഴും സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള റെസിപ്പീസൊക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ളവർക്ക്, കുട്ടികൾക്കും എല്ലാം ഇതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. എന്തായാലും ഇത്ര ഈസി റെസിപ്പിയല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്